നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ രുചി ഇന്ത്യയെ നേരാമണ്ണം ബോധ്യപ്പെടുത്തിയത് ചെമ്മീനാണ്. 1965 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രസിഡന്റിന്റെ ഗോൾഡൻ മെഡൽ കരസ്ഥമാക്കിയ ചിത്രം. മലയാളത്തിൽ നിന്ന് എന്നല്ല, തെന്നിന്ത്യൻ ഭാഷയിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെമ്മീനാണ്. ഒരു നോവലിനെ ആധാരമാക്കി മലയാളത്തിലുണ്ടാകുന്ന ആദ്യത്തെ കളർ ചിത്രം. 30ഓളം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട തകഴിയുടെ വിഖ്യാത നോവൽ ചെമ്മീനിൻ്റെ സിനിമാവിഷ്കാരം നിർവഹിച്ചത് രാമു കാര്യാട്ടാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ അനിതര സാധാരണമായ മികവ് സാങ്കേതികതയുടെ കാര്യത്തിലും സർഗാത്മകതയുടെ കാര്യത്തിലും ഒരുപോലെ പുലർത്തിയ ചിത്രമായിരുന്നു ചെമ്മീൻ. തെലുങ്കിലും തെന്നിന്ത്യൻ ഭാഷകളിലുമൊക്കെ ശ്രദ്ധേയനായിരുന്ന മാർക്കസ് ബർട്ട്ലിയായിരുന്നു ഛായാഗ്രഹണം. മറ്റൊരു ക്യാമറമാൻ യു രാജഗോപാൽ. അതുപോലെ തന്നെ പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഒന്നാം നിര സംവിധായകനായി മാറിയ ഋഷികേശ് മുഖർജിയായിരുന്നു ചിത്രം എഡിറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് സഹായിയായി കെ ഡി ജോർജും ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോടായിരുന്നു ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ. അതേസമയം തന്നെ ചില രംഗങ്ങളൊക്കെ കൃത്രിമമായി ചിത്രീകരിച്ച് യഥാർത്ഥ പ്രതീതിയോടെ അവതരിപ്പിക്കുകയുണ്ടായി. പളനി വലിയ മത്സ്യം ആക്രമിക്കുന്ന രംഗം, അത് ചെറിയ ഫിഷ് ടാങ്കിലുള്ള ചെറിയ മത്സ്യത്തെ ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിന് ഉതകുന്ന സാങ്കേതിക മേന്മയുള്ള ക്യാമറ ഉപയോഗപ്പെടുത്തിയാണ് ചിത്രീകരിച്ചത്. അതുപോലെ കടൽ തിരയിൽപ്പെട്ട് വള്ളവുമായി കടൽ തിരയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മല്ലടിക്കുന്ന പളനി ചിത്രത്തിൽ അത് ഒരു ചെറിയ നീന്തൽക്കുളത്തിൽ മോട്ടോർ ഉപയോഗിച്ച് ഹൈസ്പീഡ് ക്യാമറ ഉപയോഗിച്ചൊക്കെയാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സാങ്കേതികമായ പല പ്രത്യേകതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തിൽ. പളനിയായി സത്യനും കറുത്തമ്മയായി ഷീലയുമാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മധു പരീക്കുട്ടിയായി, അതുപോലെ ചെമ്പൻ കുഞ്ഞായി കൊട്ടാരക്കര ശ്രീധരൻ നായരും വേഷമിട്ടു. അടൂർ പങ്കജം, അടൂർ ഭവാനി, എസ് പി പിള്ള തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ. ചിത്രത്തിൻ്റെ ഹൈലൈറ്റുകളിലൊന്ന് അതിൻ്റെ സംഗീതമായിരുന്നു. പശ്ചാത്തല സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പാട്ടുകളുടെ കാര്യത്തിലായാലും രചന, ആലാപനം, സംഗീത സംവിധാനം എന്നീ കാര്യങ്ങളിലൊക്കെ അസാധാരണ പ്രതിഭകളുടെ ഒരു സമ്മേളനമായിരുന്നു ഈ ചിത്രം. സലിൽ ചൗധരിയുടെ മാന്ത്രിക സംഗീതം ആദ്യമായി മലയാള സിനിമയിലേക്ക് ലഭിച്ച ചിത്രമായിരുന്നു ചെമ്മീൻ. മന്നാടെ ആദ്യമായി മലയാളത്തിൽ പാടിയ ചിത്രം. വയലാർ രാമവർമ്മയുടെ വിശ്രുത വരികൾ, യേശുദാസ്, പി ലീല, കെ പി ഉദയഭാനു തുടങ്ങിയവരായിരുന്നു മറ്റ് ഗായകർ. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഹിറ്റുകളായിരുന്നു. മന്നാടെ പാടിയ മാനസമൈനേ വരൂ, യേശുദാസിൻ്റെ കടലിനക്കര പോണോരെ, യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ പുത്തൻവലക്കാരെ, പിണ്ണപ്പുറക്കാരെ, പെണ്ണാളെ പെണ്ണാളെ, ഈ ഗാനങ്ങളൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു. ചിത്രം തിയേറ്ററിൽ വൻ വിജയമാണ് നേടിയത്. 1964 അവസാനത്തോടെ ചിത്രീകരണം തുടങ്ങിയ ചിത്രം 1965 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് 1966 ഓഗസ്റ്റിലാണ്. ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു. മുടക്കുമുതലിൻ്റെ 4 ഇരട്ടി തിരിച്ചു പിടിച്ച ചിത്രം. ഹിന്ദിയിലേക്കും ഈ ചിത്രം ഡബ് ചെയ്തു. മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.